അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് നമ്മളെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു കോള് വന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരാതിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവധിയുടെ കാര്യം അപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വില്ലേജ് ഓഫീസിൽ പോയി വർക്ക് ചെയ്യുക, ബിക്കോസ് അങ്ങനെ ഒരു പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഉച്ചയോടുകൂടി അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇത് വീണ്ടും ഭീഷണി സന്ദേശം വന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ റെക്കോർഡിംഗ് ഒന്നും ഹാജരാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ റൈറ്റിംഗ് ആയിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മളത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. SP-ക്ക് കംപ്ലയിൻ്റ് എടുക്കാൻ വേണ്ടി. അതിൻ്റെ ഫോൺ നമ്പർ അടക്കം അവൈലബിൾ ആണ്. അപ്പോൾ വിളിച്ച ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫോൺ നമ്പർ അടക്കം നമ്മൾ ട്രേസ് ചെയ്തിട്ട് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ SP-ക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒന്ന് അവധി 2 ദിവസത്തേക്ക്, അത് ക്യാഷ്വൽ ലീവ് പോലെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 2 ദിവസത്തേക്കുള്ള അവധിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കുടുംബത്തോടൊപ്പം പോയി നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ 2 ദിവസത്തേക്ക് അവധി കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അവിടെ വർക്ക് ചെയ്യാൻ വേറൊരു വില്ലേജ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പരിശോധിച്ച ശേഷം മാത്രം, അത് എനിക്ക് റവന്യൂ സെക്രട്ടറി അടുത്തും മിനിസ്റ്റർ അടുത്തും ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അദ്ദേഹം നേരത്തെ അച്ചടക്ക നടപടിക്ക് വിധേയനായ ശേഷം തിരികെ ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് അങ്ങേക്ക് ഓർമ്മയിലുണ്ടോ? അത് അദ്ദേഹത്തിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പബ്ലിക് തന്നെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്ത് പ്രൂഫ് ഒരു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ RDO അന്വേഷിച്ചപ്പോൾ RDOയുടെ അടുത്തും അന്നത്തെ ഉണ്ടായിരുന്ന RDOയുടെ അടുത്തും അദ്ദേഹം മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടും RDOയുടെ ഒരു അന്വേഷണ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്ന്. കൈക്കൂലി അത് നമുക്കിപ്പോൾ ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എൻക്വയറി അണ്ടർ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതെന്താണ് പ്രാഥമികമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. തെളിഞ്ഞിട്ടില്ല. അത് വിത്ത് പ്രൂഫാണ്. മറ്റേവർ അതിൻ്റെ അപ്പോൾ അവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാനുണ്ട്. എടുത്ത ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം എന്തോ ഫോർഗോട്ട് ആക്ച്വലി എന്തോ ഒരു സംഭവത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി പൈസ കത്തിച്ചു. അത് RDO പറഞ്ഞതാണ്. അതെച്ചാൽ അങ്ങനെ അവിടെ ചുറ്റുവട്ടത്തിട്ട് സാധനങ്ങൾ കത്തിക്കുന്നു, മറ്റ് മുകളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലും. അല്ലാതെ തന്നെ തൊട്ടടുത്തുള്ളൊരു സ്ത്രീയാണ് പരാതി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ RDOയുടെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സസ്പെൻഷൻ ഓർഡറിലേക്ക് ആക്കിയത്. ഇപ്പം ഷോക്കോസ് ഒന്നുമില്ല. ഇപ്പം ഷോക്കോസ് ഒന്നും കൊടുത്തിട്ടില്ല. അന്ന് എക്സ്പ്ലനേഷൻ ഉള്ള രീതിയിൽ ഇന്നലെ അദ്ദേഹം ആദ്യം വന്നപ്പോൾ പരാതിയില്ലെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം തഹസിൽദാർ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയോടുകൂടിയാണ് ഈ പറഞ്ഞ വീണ്ടും രണ്ടാമത് പരാതിയായിട്ട് വന്നത്. രണ്ടാമത് വന്നപ്പോൾ പ്രേംകൃഷ്ണന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്.